Hi friends, welcome to ShilusKitchen. Avilum ഇടിയപ്പത്തിന്റെ മാവും ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി മിക്സ്ചറിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പിൽ കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു കപ്പ് അവില്, അര കപ്പ് നിലക്കടല, കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ സേവനാഴി എടുത്തതിന് ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ ഇതുപോലെയുള്ള ഒരു ചില്ലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല നൈസായിട്ടുള്ള മിക്സ്ചർ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചില്ലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണയൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ മാവ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സേവനാഴിയിൽ ഒരു ട്രിപ്പിന് കൊള്ളാൻ മാത്രമുള്ള ഒരു മാവ് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇത് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് എല്ലാവർക്കും അറിയാലോ. അത് നമ്മൾ അരിപ്പൊടിയിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് തയ്യാറാക്കിയിട്ടുള്ള മാവാണ്. ഇനി നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചൂടായിട്ടുള്ള നല്ല തിളച്ചിട്ടുള്ള എണ്ണയിലേക്ക് വേണം നമ്മളിതിങ്ങനെ ചെയ്യാനായിട്ട്. ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ വന്നാലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് മുങ്ങാൻ മാത്രമുള്ള എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അധിക സമയമൊന്നും ഇത് വെക്കണ്ട, അപ്പം തന്നെ നമുക്ക് കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിയിൽ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കിട്ടാനാണ് നമ്മൾ ചെറിയ ചില്ലിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്തിട്ട് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെറിയ ചില്ലിലിടുമ്പോൾ. ഇനി നമ്മൾ ഈ സെയിം ഓയിലിനകത്തേക്ക് നമ്മൾ നിലക്കടല ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റിയില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ച് ചൂട് ബാലൻസ് ആയതിനു ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് നമ്മളിപ്പോൾ കടല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റ് ചൂടാണെങ്കിൽ പെട്ടെന്ന് കോരി മാറ്റാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ നിലക്കടല മിക്സ്ചറിനകത്ത് എടുക്കാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇനി കുറച്ചാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് കുറച്ചിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം നിലക്കടല ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കോരി മാറ്റണം. ഇനി അടുത്തതായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ നന്നായിട്ട് കറിവേപ്പില കഴുകി വെള്ളമൊക്കെ പോക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട പാട് തന്നെ നമുക്കിത് കോരിയെടുക്കാം, പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവിലും അതുപോലെ തന്നെ നല്ല ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് അപ്പം തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് കോരി മാറ്റുക. മറ്റ്
കോരി എടുത്തുകൊണ്ടിരിക്കുമ്പം കരിഞ്ഞു പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടൊക്കെ നോക്കണം. ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിൽ. ഇനി നമുക്കിത് എണ്ണയൊക്കെ മാറ്റി നമുക്ക് നന്നായിട്ട് കോരിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗളിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മിക്സ്ചറിന് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മസാലക്കൂട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളല്ല, കുറച്ച് ഉപ്പ്, നമ്മൾ മിക്സ്ചറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ല, അത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളിതൊരു ഇളം ചൂടോട് കൂടിയാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ. തണഞ്ഞതിന് ശേഷമല്ല, ചൂടോട് കൂടി തന്നെയാണ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ചൂടോട് കൂടി തന്നെയാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ നിലക്കടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും നിലക്കടലയും എല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് നമ്മളിത് ഒരു മിക്സ്ചറായിട്ട് മാറുന്നത്. അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ്, ഈ മസാലയാണ് നമ്മുടെ മിക്സ്ചറിനെ മിക്സ്ചറാക്കുന്ന ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എരിവായാലും മധുരമായാലും, ഇതിപ്പോൾ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി മിക്സ്ചറാണ്. അപ്പോൾ ഇതിൽ എരിവും മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് കുറച്ച് എരിവ്, ഞങ്ങളുടെ ഒരു പാകത്തിനുള്ള ഒരു എരിവാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിക്സ്ചറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്സ്ചറിനേക്കാളും എന്തുകൊണ്ടും സൂപ്പറായിട്ടുള്ള മിക്സ്ചറാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ see you. Thanks for watching.